ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന ഒരു ടാസ്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്കിൽ ലാസ്റ്റ് ജയിക്കുന്ന 2 പേരാണ് ഇനി അടുത്ത ഈ വരുന്ന ആഴ്ച വീട് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ക്യാപ്റ്റൻ വരെ ഇനി ഡമ്മി ആയിരിക്കും. വീട് ഫുള്ള് പവർ കിട്ടുന്നത് സ്വേച്ഛാധിപത്യമാർക്കായി 2 പേരാണ്. അതിനുള്ള ടാസ്ക്കാണ്. അതിൽ ആദ്യം ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ആ റൗണ്ട് എന്ന് പറയുമ്പം എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യനിൽ പോവാൻ സ്വേച്ഛാധിപതി ആവാൻ താല്പര്യമുള്ളവർ വന്ന് ആൻസർ ചെയ്യുക. 3 മിനിറ്റാണ് ഉള്ളത്. അതിൽ എല്ലാവരും വന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി വന്നു. ഫസ്റ്റ് വന്നത് തന്നെ അനീഷാണ്. അനീഷിൻ്റെ അടുത്ത് ചോദിച്ചതിന് നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനീഷിനെ ചോദിക്കാൻ കുറച്ച് സമയമെടുത്തു ക്വസ്റ്റ്യൻ. അതുപോലെ എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 6 പേരെ തിരഞ്ഞെടുത്ത് വീട്ടുകാർ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു. അതിനനുസരിച്ച് എല്ലാവരും 6 പേരെ തിരഞ്ഞെടുത്തു. ഗിസേൽ, അനുമോള്, ഒണിയൽ, അതുപോലെ നെവിൻ, ശൈത്യ, അഭിലാഷ് എന്നിവരെയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തത്. പക്ഷേ അനീഷിൻ്റെ പേര് പറയാത്തതുകൊണ്ട് അവിടെ അതിൻ്റെ പേരിൽ വൻ അടിയായി. പക്ഷേ അനീഷ് ഡിസർവിങ് ആയിരുന്നു. കാരണം അനീഷ് പറഞ്ഞ ആൻസർ നല്ല ആൻസറായിരുന്നു. പക്ഷേ അവരവിടെയും ഗ്രൂപ്പ് കളിച്ചു. അനീഷിനെ ഒഴിവാക്കി ബാക്കിയുള്ള 6 പേരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം 6 പേര് തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് വീണ്ടും ഒരു ടാസ്ക് കിട്ടി. ആക്ടിവിറ്റി ഏരിയയിലോട്ട് ചെന്ന് 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ 3 ടീമായത് ഫസ്റ്റ് ഗിസേൽ, അതുപോലെ നിവിൻ, പിന്നെ ഒണിയൻ, ഇവരായിരുന്നു ഒരു ടീം. അപ്പുറത്തെ ടീമിലെന്ന് പറയുമ്പോൾ അനുമോള്, ശൈത്യ, അഭിലാഷ് എന്നിവരാണ്. ഇതിൽ പിന്നെ ബിഗ് ബോസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ ഈ 3 പേര് ടീമിൽ നിന്നും ഒരാളെ അവർ തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് സമയത്തിനുള്ളിൽ ചെയ്യാത്തതുകൊണ്ട് ആ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ 3 പേരിൽ നിന്നും എ ടീമും ബി ടീമിൽ നിന്നും 3 പേരിൽ നിന്നും ഒരാളെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കി എ ടീമിലുള്ളവരാണ് ഗിസേലും ഒണിയലും അതുപോലെ നെവിനും. അതിൽ നിന്ന് ഒണിയലിനെ വീട്ടുകാരെല്ലാം കൂടെ പുറത്താക്കി. അപ്പുറത്തെ ബി ടീമിൽ നിന്ന് അനുമോളും അതുപോലെ ശൈത്യയും അഭിലാഷുമാണ്. അതിൽ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അനുമോളെയും പുറത്താക്കി. ഈ പുറത്താക്കിയവരെ ഫോട്ടോ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ അവരത്ത് കത്തിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം കിട്ടിയത്. അങ്ങനെ അവർ കത്തിച്ചു. അതിൻ്റെ പേരിൽ അനുമോൾ ഭയങ്കര ഡ്രാമയൊക്കെ ആയിരുന്നു. അനുമോൾ കണ്ണീര് വന്ന് എൻ്റെ ഫോട്ടോ കത്തിക്കണത് എനിക്ക് സഹിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ഷോ ഓഫായിരുന്നു. അതിൻ്റെ പേരിൽ അടിയൊക്കെ ഉണ്ടായി. അപ്പം ഈ 2 ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ടാസ്ക് വരാനുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ടീം സെലക്ട് ചെയ്തത് ഒരു വൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു ടീമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം അനീഷ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പോലും അനീഷിനെ അവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ ടാസ്ക് വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുമായി അപ്പം ഞാൻ വരാം. ബൈ.